മലപ്പുറം ജില്ലയിലെ ഇടപ്പാളിലുള്ള സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിലെ 74 വിദ്യാർത്ഥികൾ വനിതാ ദിനത്തിൽ ചരിത്രത്തിലാദ്യമായി വനിതാ പഞ്ചവാദ്യം അവതരിപ്പിച്ചു. ഗിന്നസ് റെക്കോർഡ് നേടിയാണ് പഞ്ചവാദ്യ അരങ്ങേറ്റം നടന്നത്. സോപാന സ്കൂളിന്റെ വിദ്യാകല പഠനകേന്ദ്രം, കലാഗ്രന്ഥശാല, നന്ദമണ്ഡപം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനിക്കാൻ വക നൽകിക്കൊണ്ടാണ് വനിതാ പഞ്ചവാദ്യ സംഘം അരങ്ങേറ്റം കുറിച്ചത്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ വനിതാ പഞ്ചവാദ്യത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പങ്കാളികളായി. വർണ്ണ വർഗ സമുദായ ഭേദങ്ങൾക്കപ്പുറം എല്ലാവർക്കും വാദ്യകലയിലേക്ക് കടന്നുവരാൻ അവസരം ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടുമായി 16 വർഷമായി പ്രവർത്തിക്കുന്ന സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യവും പ്രശസ്ത വാദ്യകലാകാരൻ സന്തോഷ് ആലങ്കോട് നയിക്കുന്ന അധ്യാപക വൃന്ദവുമാണ് വനിതകളെ ഇതിനായി പരിശീലിപ്പിച്ചത്. ഈ വനിതാ ദിനത്തില് കേരളത്തിൽ ചരിത്രത്തിൽ ആദ്യമായി 75 സ്ത്രീകൾ പഞ്ചവാദ്യ രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഒറ്റപ്പെട്ട സ്ത്രീകളും പുരുഷന്മാരും കൂടിയാണ് പഞ്ചവാദ്യത്തിൽ ഉണ്ടാവാറ്. ഇത് വളരെ കുറഞ്ഞ മാസങ്ങളിലെ പരിശീലനമാണെങ്കിലും സമ്പൂർണമായി വനിതകളാണ് ഈ പഞ്ചവാദ്യത്തിൽ അണിനിരന്നത്. തിമിലയും ഇലത്താളവും മദ്ദളവും ഇടയ്ക്കയും കൊമ്പും ചേർന്ന് തീർക്കുന്ന ശബ്ദ താളപ്രപഞ്ചം മലയാളിയിൽ ജീവന്റെ മിടിപ്പ് പോലെ ഉൾച്ചേർന്നതാണ്. ബീത്തോവനും മൊസാട്ടുമൊക്കെ തീർത്ത പാശ്ചാത്യ സംഗീത സിംഫണികൾക്ക് തുല്യം നിൽക്കുന്നതാണ് ഈ വാദ്യ വിസ്മയം. വനിതാ പഞ്ചവാദ്യ അരങ്ങേറ്റത്തോടൊപ്പം സോപാനം സ്കൂളിന്റെ വാദ്യകലാ പഠന കേന്ദ്രം, കലാഗ്രന്ഥശാല, മാസം തോറും കലാ അവതരണങ്ങൾക്ക് വേദിയാകുന്ന സഭാമണ്ഡപം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു. ജനം, മലപ്പുറം.